നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി തമിഴ്നാട്ടിൽ നാഗർകോവിലെ വെപ്പമോടെ നിന്ന് വടശ്ശേരി വരെ മോദി റോഡ് ഷോ നടത്തി. മോദിക്കൊപ്പം NDA മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എടപ്പാടി പളനിസ്വാമിയും BJP സംസ്ഥാന അധ്യക്ഷൻ നയനാർ നാഗേന്ദ്രനും പങ്കെടുത്തു. മുഖ്യമന്ത്രി MK സ്റ്റാലിൻ നിന്ന് ധർമ്മപുരി, സേലം ജില്ലകളിൽ പര്യടനം നടത്തി. ചെന്നൈയിലായിരുന്നു TVK അധ്യക്ഷൻ വിജയുടെ പ്രചാരണം. ഞായറാഴ്ച രാഹുൽ ഗാന്ധിയും പ്രചാരണത്തിനായി സംസ്ഥാനത്തെത്തും. സൈഫ് സൈനലാബ്ദീൻ കൂടി ചേരുന്നു. സൈഫ്, എങ്ങനെ പോകുന്നു അവസാനഘട്ട തെരഞ്ഞെടുപ്പ് പരിപാടികൾ? താരപ്രചാരകരൊക്കെ രംഗത്തുണ്ടല്ലോ. അതേ നിഷ, താരപ്രചാരകരെല്ലാം കൂട്ടത്തോടെ ഇനി തമിഴ്നാട്ടിലേക്ക് വരുന്ന ദിവസങ്ങളാണ് കടന്നു പോകാൻ പോകുന്നത്. ഇനി 6 ദിവസം മാത്രമാണ് തമിഴ്നാട്ടിലെ പരസ്യപ്രചരണത്തിന് ബാക്കിയുള്ളത്. ഇന്നിപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉച്ചയോടുകൂടിയാണ് തിരുവനന്തപുരത്ത് എത്തിച്ചേർന്നത്. ഉച്ചയ്ക്ക് അദ്ദേഹം 2:30 എത്തിച്ചേർന്നു. 3:30 വരെ അദ്ദേഹം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വിശ്രമിച്ചു. അതിനുശേഷം ഇവിടുന്ന് ഹെലികോപ്റ്റർ മുഖേനയാണ് അദ്ദേഹം നാഗർകോവിലേക്ക് പോയത്. നാഗർകോവിൽ ഹെലിപ്പാഡിൽ ഇറങ്ങിയ ശേഷം റോഡ് ഷോയിൽ അദ്ദേഹം പങ്കെടുത്തു. ഏതാണ്ട് 2 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന റോഡ് ഷോയാണ് നാഗർകോവിലിൽ നടന്നത്. വലിയ ജനത്തിരക്ക് നരേന്ദ്രമോദിയുടെ റോഡ് ഷോ കാണാൻ വേണ്ടി ഉണ്ടായിരുന്നു. അല്പസമയം മുമ്പ് അദ്ദേഹം അവിടെ നിന്ന് ഹെലിപ്പാഡിൽ തിരുവനന്തപുരത്തേക്ക് തിരിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ അരമണിക്കൂറിന് അദ്ദേഹം തിരുവനന്തപുരത്ത് എത്തി ഇവിടെ നിന്ന് ഡൽഹിയിലേക്ക് മടങ്ങുകയും ചെയ്യും. രാഷ്ട്രീയ പ്രസംഗങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. റോഡ് ഷോയിൽ മാത്രമാണ് പങ്കെടുത്ത് വലിയ ജനപങ്കാളിത്തം കാണാനും കഴിഞ്ഞു. ഇന്ന് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ ഉണ്ടായിരുന്നത് സേലം ജില്ലയിലാണ്. സേലം ജില്ലയിൽ വൈകിട്ടാണ് അദ്ദേഹത്തിന്റെ പര്യടനം നടന്നത്. വിവിധ രാഷ്ട്രീയ വിഷയങ്ങളുള്ള വിമർശനം അദ്ദേഹം ഈ പ്രചരണ യോഗങ്ങളിൽ ഇപ്പോൾ തുടർച്ചയായി തന്നെ ഉന്നയിച്ചുകൊണ്ട് വരികയാണ്. പിന്നീടുള്ളത് TVK അധ്യക്ഷനായ വിജയുടെ പ്രചരണമാണ്. വിജയ് ഇന്ന് TVKയുടെ ജനറൽ സെക്രട്ടറിയായ ആനന്ദ് മത്സരിക്കുന്ന സ്ഥലങ്ങളിലാണ് അദ്ദേഹം ചെന്നൈയിൽ കേന്ദ്രീകരിച്ചാണ് പ്രചരണം നടത്തിയത്. എഗ്മോർ ഉണ്ടായിരുന്നു. 1000 ലൈറ്റ്സിൽ അദ്ദേഹം പ്രചരണം നടത്തി. T നഗറിൽ അദ്ദേഹം പ്രചരണം നടത്തിയിട്ടുണ്ട്. വലിയ ജനത്തിരക്ക് അദ്ദേഹത്തിന്റെ പ്രചരണത്തിലും കാണാൻ കഴിഞ്ഞിരുന്നു. രാഹുൽ ഗാന്ധിയാണ് അടുത്ത താരപ്രചാരകനായിട്ട് വരുന്നത്. DMKയുടെ സ്ഥാനാർത്ഥികളെ ജയിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അടുത്ത ദിവസം തന്നെ അദ്ദേഹം തമിഴ്നാട്ടിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും. എന്തായാലും 6 ദിവസം മാത്രം ബാക്കി നിൽക്കെ തമിഴ്നാട്ടിലെ തെരഞ്ഞെടുപ്പ് പ്രചരണം കൂടുതൽ ചൂട് പിടിച്ചിട്ടുണ്ട്. വിനിഷ. ശരി, സൈഫ് സൈനലാബ്ദീനാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.